പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു അത്രത്തോളം ഒഫൻസ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചൊക്കെ ഒരുപാട് ഒഫൻസുകളുണ്ട്. ഈ ഒഫൻസുകൾ പല രാജ്യങ്ങളും അതൊന്നും ഒഫൻസ് അല്ല. ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ നോക്കിയാൽ ഹോളണ്ട്, അതായത് നെതർലാൻഡ്സ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടകളിൽ നിന്ന് ഹഷീഷ് വാങ്ങിക്കാൻ കിട്ടും, കഞ്ചാവ് വാങ്ങിക്കാൻ കിട്ടും. അത് അവിടെ ഇരുന്ന് പരസ്യമായിട്ടിരുന്ന് വലിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലോ വലിയ ഗ്രേവായിട്ടുള്ള ഒഫൻസ് അല്ലേ അത്. അപ്പോൾ അവിടെ ജയിലുകളെന്ന് പറയുന്നതൊക്കെ ഇപ്പം മാറ്റി, അതായത് ജയിലുകളൊക്കെ അടച്ചു പൂട്ടുകയാണ്. അവിടെ അതൊന്നും ഒരു കാര്യമില്ല എന്ന്, കാരണം ജയിലിൽ ആളില്ല എന്നൊക്കെ പറയുന്നു. അവിടെ ക്രൈം റേറ്റ് വളരെ കുറവാകുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം എന്താ? ഇതൊന്നും അവിടെ ക്രൈമല്ല. ഇതേപോലെ പല കാര്യങ്ങളും അവിടെ ക്രൈമല്ല. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ ഇരുന്ന് വലിക്കും ആളുകൾ. ഒരു കുഴപ്പമില്ല, അവർക്ക് ഉപയോഗിക്കാം. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 18 വയസ്സിന് മുമ്പ് ചെയ്യാൻ പാടില്ല. ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ഈ സെക്സ് ബ്രോത്തൽ അതൊക്കെ പരസ്യമായിട്ടാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന പോലെ ആളുകൾ പ്രദർശിപ്പിക്കും. ഓൾഡ് സ്ട്രീറ്റിലൊക്കെ നമ്മൾ പോയാൽ കാണാം. നമ്മൾ ആംസ്റ്റർഡാമിൽ ഓൾഡ് സ്ട്രീറ്റിലൊന്ന് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊന്നും അവിടെ ക്രൈമല്ല. ആളുകളെ ഈ സെക്സ് മ്യൂസിയം പോലെ ഉണ്ട്, സെക്സ് തിയേറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒഫൻസ് അല്ല. അത് കാരണം എന്താ? ക്രൈം അവിടെ കുറവാണെന്ന് നമ്മൾ പറയും. എന്താ കാര്യം? ക്രൈം ഇല്ല. ക്രൈം ഉണ്ടായാലല്ല ഈ കേസാവുള്ളൂ. അപ്പോൾ ഒരു ക്രൈം ഒരു കുറ്റമല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ അവിടെ കൊലപാതകങ്ങൾ അതൊക്കെ കുറവാണ് കേട്ടോ, അതൊക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇതേപോലുള്ള എണ്ണം എന്ന് പറയുമ്പോൾ എണ്ണം കൂടുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇതുപോലെ ഒഫൻസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ടാണ് എണ്ണം കൂടുന്നത്. അത് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ, അതായത് ഈ അന്വേഷണം ഇതൊക്കെ നടക്കണം. അതിനു വേണ്ടിയുള്ള പോലീസ് മെഷീനറി, പോലീസ് ഫോഴ്സ് ഒന്നും നമുക്കില്ല യഥാർത്ഥത്തിൽ. ഇവിടെ നോക്കാൻ ഇൻവെസ്റ്റിഗേഷന് എല്ലാം ഒന്നും അന്വേഷിച്ച് പോകാനുള്ള പോലീസ് ഫോഴ്സ് ഒന്നും നമുക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം. ഇവിടെ പണമില്ല, അതിൻ്റെ കൂടി ഈ ക്രൈം കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യമല്ല പറയുമ്പോൾ ഇനി അത് കൂടുകയുള്ളൂ. ഇനി ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നവംബർ വരെയുള്ള കണക്കാണ് ഇത് കണ്ടത്. ഇപ്പം അതും കഴിഞ്ഞാണ് ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കൂടിയത്. അപ്പോൾ അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ഇനി എണ്ണം ഒരുപാട് കൂടും. ഈ ഡിസംബറൊക്കെ ഒന്ന് കണക്കെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്, അതിന് സംശയമില്ല. കാരണം ഇതുപോലുള്ള രക്ഷാപ്രവർത്തനം വരുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് അവർക്ക് ലൈസൻസ് കൊടുത്ത് അവരെ ഇറക്കി വിടരുത്. പിന്നെ ശരിയായ രീതിയിലുള്ള അന്വേഷണം ക്രിമിനൽ കേസുകളിൽ നടക്കണം. മാത്രമല്ല ഇതുപോലെ ആളുകളുടെ തിരോധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യനങ്ങ് പോവാണ്, അയാൾ തിരച്ചിലേക്ക് പിന്നിലേക്ക് പോവുകയാണ്. എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യ. അതിന് ഏറ്റവും നൊമ്പരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾ, അടുപ്പക്കാരും സുഹൃത്തുക്കളും അല്ലേ. അപ്പം നമ്മളത് അവരുടെ ആ വിഷമം ഒന്ന് തിരിച്ചറിയണം. അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല. അപ്പോൾ ആ പിതാവും ഒക്കെ ഇപ്പോഴും ആ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിന് എവിടുന്നെങ്കിലും അതിനെ കണ്ടുപിടിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.